ഇവരൊക്കെ താലിബാൻ ഹിന്ദുക്കളാണ്, അത് RSSനെ നശിപ്പിക്കാൻ നടക്കുന്ന ഒരു സംവിധാനമായി മാറിയിട്ടുണ്ട് എന്നുള്ളതാണ്. RSSനെ വികൃതമാക്കുകയാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഈ ഗുരുമൂർത്തിയും അതേപോലെ ശശികല ടീച്ചറും അടങ്ങുന്ന സംഘം. എനിക്ക് തോന്നുന്നത് ഭക്തിസാന്ദ്രമായ രീതിയിൽ കർണാട്ടിക് മ്യൂസിക്കുമായിട്ട് മിങ്കിൾ ചെയ്ത് ആത്മീയ തലത്തിലേക്ക് മനുഷ്യരെ ഉയർത്തിക്കൊണ്ടുപോകുന്ന വലിയ ഒരു സംഗീതമേളയാണ് യഥാർത്ഥത്തിൽ ഈ നന്ദഗോവിന്ദൻ ഭജൻസ് എന്ന് പറയും. ഈ കൊതുക് എന്താണ് ചെയ്യുന്നത്? രക്തം കുടിക്കൽ മാത്രമാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ജോലി. അത് ശരിക്കും പറഞ്ഞതിൻ്റെ ഇടയിൽ നമ്മൾ പറയാറുണ്ട്, പാൽ ചുരത്തുന്നതായിട്ടുള്ള ആ അകടിലായാലും കൊതു ചെന്നിരുന്ന് കുത്തി കഴിക്കുന്ന പാലല്ല ആവശ്യപ്പെടുന്നത്, അതിന് രക്തമാണ്. അതുകൊണ്ട് വർഗീയവാദികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആവശ്യം വർഗീയത മാത്രം, അതല്ലാതെ മാനവീയത ആത്മീയത അവർക്ക് ആവശ്യമില്ല. പക്ഷേ നന്ദഗോവിന്ദം ഭജൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവാദം തുടരുകയാണ്. നമ്മളുടെ നാട്ടിലെ ഒരു കൂട്ടം വിവരം കെട്ട സംഘികൾ അല്ലെങ്കിൽ ഹിന്ദു താലിബാനികളാണ് ഇവർക്കെതിരെ ഏറ്റവും കൂടുതൽ ആക്രമണം അഴിച്ചുവിടുന്നത്. അപ്പം നന്ദഗോവിന്ദൻ തന്നെ ഈ വിവാദത്തിൽ അവരുടേതായ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പുറത്തുവിട്ടിട്ടുണ്ട്. അതിലവർ പറയുന്ന ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള വാക്കുകൾ എന്ന് പറയുന്നത്, നന്ദഗോവിന്ദം എപ്പോഴും ഭക്തി, ഐക്യം, സംഗീതത്തിലൂടെ ആളുകൾ ഒന്നാകുന്ന ആത്മാവ് എന്നിവയ്ക്കായി നിലകൊണ്ടതാണ്, അത് മാറിയിട്ടില്ല. അതായത് സംഗീതത്തിലൂടെ ആളുകളെ ഒന്നാക്കുന്ന ആത്മാവ്, ഈ ആത്മാവിനെ കുറിച്ച്, ആളുകളെ ഒന്നാക്കുന്ന ഈ ആത്മാവിനെ കുറിച്ചിട്ട് ഈ നാട്ടിലെ വിവരം കെട്ട സംഘികൾക്കും ഹിന്ദു താലിബാനികൾക്കും അറിയില്ല എന്നുള്ളത് വലിയ കഷ്ടമാണ്. എങ്ങനെയാണോ അങ്ങ് വിലയിരുത്തുന്നത്? നമ്മൾ ഇതിനകത്ത് വളരെ ശ്രദ്ധിച്ച് മാത്രം അഭിപ്രായ പ്രകടനം നടത്തേണ്ട ഒരു കാര്യമാണ്. കാരണം നന്ദഗോവിന്ദം ഭജൻസ് എന്ന് പറഞ്ഞ് വളരെ പോപ്പുലറായി കഴിഞ്ഞിരിക്കുന്ന ഒരു, എനിക്ക് തോന്നുന്നത് ഭക്തിസാന്ദ്രമായ രീതിയിൽ കർണാട്ടിക് മ്യൂസിക്കുമായിട്ട് മിങ്കിൾ ചെയ്ത് ആത്മീയ തലത്തിലേക്ക് മനുഷ്യരെ ഉയർത്തിക്കൊണ്ടുപോകുന്ന വലിയ ഒരു സംഗീതമേളയാണ് യഥാർത്ഥത്തിൽ ഈ നന്ദഗോവിന്ദൻ ഭജൻസ് എന്ന് പറയും. അതിൻ്റെ ഒരു സവിശേഷത എന്ന് പറയുന്നത്, ഈ ഭജൻസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഭജനം എന്ന് പറയുന്നത് വളരെ കാലമായിട്ട് നമ്മളുടെ ഭക്തിമാർഗത്തിലെ ഒരു ഐറ്റം മാത്രമാണ്. ശരിക്കും പറഞ്ഞത് ഭജനം ഇരിക്കുക എന്ന് പറയുന്നത് സാധാരണ ഹിന്ദുക്കളുടെ ഇടയ്ക്ക് ഉള്ളൊരു പ്രയോഗമാണ്. ഭജനം ഇരിക്കാറുണ്ട്, ക്ഷേത്രങ്ങളിലെല്ലാം പോയി അവർ അങ്ങനെ ഭജനം ഇരിക്കുന്നത് എല്ലാ കാര്യങ്ങളിൽ നിന്നും മനസ്സിനെ മുക്തമാക്കി ദൈവത്തിൽ മാത്രം മനസ്സിനെ കേന്ദ്രീകരിച്ച് ഉറപ്പിച്ച് നിർത്തുന്ന ഒരു അസാധാരണമായിട്ടുള്ള ആത്മീയ തലത്തിലേക്കുള്ള മനുഷ്യൻ്റെ ഉയർപ്പിനെ കാണിക്കുന്ന ഒരു പ്രക്രിയയാണത്. അങ്ങനെയാണ് നമ്മളതിനെ മനസ്സിലാക്കേണ്ടത്. പക്ഷേ ഈ നവീൻ ഉൾക്കൊള്ളുന്ന ഈ സംഘം എന്താ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഭജനം എന്ന് പറയുന്ന പ്രക്രിയയെ പുതിയ തരത്തിലേക്ക് സംഗീതത്തിൻ്റെ ഒരു പുത്തൻ മേഖലയിലേക്ക് ഇങ്ങനെ വളർത്തി വികസിപ്പിക്കുകയാണ് ചെയ്തത്. രണ്ട് ഗുണങ്ങളാണ് അതിൻ്റെ. ഒന്ന് എന്താണെന്ന് വെച്ചാൽ, ഈ ഭജൻസ് എന്ന് പറയുന്ന കൺസെപ്റ്റ് തന്നെ അവരെന്ത് ചെയ്തു, പുനർനിർമ്മിച്ചു, റീകൺസ്ട്രക്ട്. ആ പുനർനിർമ്മാണത്തിൻ്റെ ഫലമായിട്ട് ഈ ഭജനം എന്ന് പറയുന്ന വളരെ പഴയ അല്ലെങ്കിൽ നമ്മുടെ പാരമ്പര്യമായിട്ട് കൊണ്ടു നടക്കുന്ന ഒരു ഭക്തി രീതി പെട്ടെന്ന് തന്നെ എന്താണെന്ന് വെച്ചാൽ പുതിയ തലത്തിലേക്ക് ഇങ്ങനെ മാറുകയാണ് ചെയ്യുന്നത്. രണ്ടാമത് അതിനോടൊപ്പം തന്നെ കർണാട്ടിക് മ്യൂസിക് വളരെ മനോഹരമായിട്ട് അവരതിൻ്റെ അകത്ത് ഇഴുകിച്ചേർത്ത് അതിനെ അത്ഭുതകരമായിട്ടുള്ള വളരെ ഭാവസാന്ദ്രമായ രീതിയിലുള്ള ഒരു സംഗീത സബരിയായിട്ട് മാറ്റിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതിൽ മുഴുകുന്ന ആളുകൾ സ്വാഭാവികമായിട്ട് അവർ പറയുന്നത് പോലെ ഭക്തിയുടെയും ഐക്യത്തിൻ്റെയും തലത്തിലേക്ക് ഉയർന്നു വരുന്ന ഒരു ആത്മീയ അനുഭൂതിയിൽപ്പെടുന്ന ഒരു സ്ഥിതിയുണ്ട്. ഇതാണ് ഇന്നത്തെ തലമുറ, ജെൻസി, എത്രയോ ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളാണ് ഇതിൽ പങ്കെടുക്കുന്നത്. അത് വെറും ഒരു ഭക്തിയുടെ പ്രശ്നമല്ല. ശരിക്കും പറഞ്ഞു ഭക്തി ശരിക്കും പറഞ്ഞു കഴിഞ്ഞിടയിൽ ആത്മീയതയുമായി ഇഴുകിച്ചേർന്ന് ഒരു അസാധാരണമായിട്ടുള്ള അനുഭൂതിയായിട്ട് മാറുന്നത് കൊണ്ടാണ് അങ്ങനെ ഒരു പോപ്പുലാരിറ്റി അവർക്ക് ലഭിച്ചത് എന്നുള്ളതാണ്. അവരങ്ങനെ വളർന്ന് വലുതായി. അങ്ങനെ വളർന്ന് വലുതായ സമയത്ത് അവരിത് ആരംഭിക്കുമ്പോൾ പലപ്പോഴും അവർക്ക് എന്താണ്, ഈ RSSൻ്റെ ഗണഗീതം പോലും അവർ പാടി വളർന്ന് വന്നവരാണ്. അത് കഴിഞ്ഞ് അവർ ഭക്തിയുടെ പുതിയ തലങ്ങളിലേക്ക് അവരുടെ സംഗീതത്തെ കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. ഭക്തിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അത് ഏതെങ്കിലും ഒരു മതത്തിൽ മാത്രമായിട്ട് ഒതുങ്ങി നിൽക്കുന്ന ഒരു സംഭവമല്ല എന്നുള്ളതാണ്. ഭാരതീയ ചിന്തയുമായിട്ട് വളരെയധികം ഇഴുകിച്ചേർന്നതാണ് ഭക്തിമാർഗം എന്ന് പറയുന്നത്. അപ്പോൾ അത് ഒരു പ്രസ്ഥാനം, ആ ഭക്തി പ്രസ്ഥാനം തന്നെ നമുക്ക് വളരെ ശക്തമായിട്ടുണ്ടായിരുന്ന ആൾ. ആ ഭക്തി പ്രസ്ഥാനത്തിൻ്റെ പിന്തുടർച്ചയിലേക്ക് ആധുനിക മനസ്സിനെ തന്നെ പാകപ്പെടുത്തി രൂപപ്പെടുത്തി
ആ പ്രതിഭാസവുമായിട്ട് ലയിപ്പിക്കാനായിട്ട് കഴിഞ്ഞു എന്നുള്ളതാണ് ഈ ഭജൻ സംഘത്തിൻ്റെ പ്രത്യേകതയായിട്ട് ഞാനും കണക്കാക്കാം. അതുകൊണ്ടാണ് അവർക്ക് അസാധാരണമായിട്ടുള്ള ഒരു പ്രശസ്തി ലഭിക്കുകയും വളരെ പോപ്പുലറായിട്ടുള്ള ഒരു സംഘമായിട്ട് അവർ കേരളത്തെ മാറിത്തീരുകയും ചെയ്തു. പക്ഷേ സങ്കടകരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഈ പറഞ്ഞ കാര്യങ്ങൾ വർഗീയവാദികൾക്ക് അറിയില്ലല്ലോ. വർഗീയവാദികൾ അത് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുമില്ലല്ലോ. അല്ല, വർഗീയവാദികളെ നമ്മൾ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. ഈ കൊതുക് എന്താണ് ചെയ്യുന്നത്? രക്തം കുടിക്കൽ മാത്രമാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ജോലി. അത് ശരിക്ക് പറഞ്ഞതിൻ്റെ ഇടയിൽ നമ്മൾ പറയാറുണ്ട്, പാൽ ചുരത്തുന്നതായിട്ടുള്ള ആ അകിടിലായാലും കൊതുക് ചെന്നിരുന്ന് കുത്തി കഴിക്കുന്ന പാലല്ല ആവശ്യപ്പെടുന്നത്, അതിന് രക്തമാണ് ആവശ്യം. രക്തമാണ്. അതുകൊണ്ട് വർഗീയവാദികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആവശ്യം വർഗീയത മാത്രമാണ്. അതല്ലാതെ മാനവീയതയോ ആത്മീയതയോ അവർക്ക് ആവശ്യമില്ല. ആത്മീയത ആവശ്യമില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. അതുകൊണ്ടാണ് ഈ ഇപ്പോൾ ഉണ്ടായ സംഭവമാണല്ലോ ഉണ്ടായ സംഭവം എന്ന് പറയുന്നത്, കോട്ടയത്തെ ഒരു ക്ഷേത്രത്തിൽ അതിൻ്റെ പുനർനിർമ്മാണ പ്രക്രിയയുമായിട്ട് ബന്ധപ്പെട്ട് അവർ നടത്തിയ, അല്ലെങ്കിൽ ഈ നന്ദഗോവിന്ദൻ ഭജൻസ് നടത്തിയ ഒരു ഭക്തിമേള. ആ ഭക്തിമേളയിൽ ഒരു ക്രിസ്ത്യൻ ഭക്തിഗാനം അവർ ആലപിച്ചു എന്നുള്ളതാണ് പ്രശ്നം. അങ്ങനെ ക്രിസ്ത്യൻ ഭക്തിഗാനം ആലപിക്കാനായിട്ട് അവർക്ക് അവകാശമില്ല എന്ന് ആര് പറയും? ആർക്കാണ് അതിനുള്ള അധികാരം നൽകിയിരിക്കുന്നത്? നവീനും സംഘത്തിനും എന്ത് പാടണം, എങ്ങനെ പാടണം എന്ന് പറയുന്ന അവകാശം ആരിൽ നിന്നെങ്കിലും വാങ്ങിച്ചാണ് അവരെല്ലാം. അവർ സ്വയം നിർമ്മിച്ചെടുത്ത് രൂപപ്പെടുത്തി വളർത്തിയെടുത്തിരിക്കുന്നതായിട്ടുള്ള ഒരു വലിയ പ്രസ്ഥാനമായിട്ട് അത് മാറിത്തീരുകയാണ് ചെയ്യുന്നത്. അവരിന്നതേ പാടാൻ പാടുള്ളൂ എന്ന് RSSൻ്റെ ഗുരുമൂർത്തി പറയുന്നുണ്ട് എങ്കിൽ അദ്ദേഹത്തിന് അധികാരമില്ലാത്തടത്ത് അദ്ദേഹം അധികാരം പ്രയോഗിച്ചു എന്നുള്ളതാണ്. ശശികല ടീച്ചർ പറയുന്നുണ്ടെങ്കിലും അതുപോലെ അങ്ങനെ തന്നെയാണ്. അതാണ് പ്രധാനപ്പെട്ട കാര്യം. തങ്ങൾക്ക് പറയാൻ എന്താണ് അവകാശം, ആ അവകാശത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിന്ന് ഒരാൾ അർഹതപ്പെട്ട അഭിപ്രായ പ്രകടനം നടത്തുമ്പോൾ അത് സ്വീകരിക്കപ്പെടും, അല്ലാത്തപ്പോൾ അവർ അവഗണിക്കപ്പെടും. ഇവിടെ സംഭവിച്ചാണ്. ഗുരുമൂർത്തിയും അതേപോലെ തന്നെ ശശികല ടീച്ചറും എനിക്ക് തോന്നുന്നു RSSന് പോലും ആവശ്യമില്ലാത്ത കക്ഷികളായി മാറി എന്നുള്ളതാണ്. കാരണം വളരെ തെറ്റായിട്ടുള്ള മെസ്സേജാണ് അവർ രണ്ടുപേരും ഇക്കാര്യത്തിലുള്ളത്. ടീച്ചർക്ക് എന്താണ് സുബോധമില്ലേ എന്നുള്ളതാണ്. കാരണം സംഘപരിവാറിൻ്റെയോ RSSൻ്റെയോ അല്ലെങ്കിൽ ഹിന്ദു ഐക്യവേദിയുടെയോ ഒക്കെ ആശയങ്ങൾ പകരാനിരിക്കുന്ന സമയത്ത് അവർ കാണിക്കേണ്ട ഒരു സർഗാത്മകതയുണ്ട്. അത് ഒട്ടും ഈ രണ്ടുപേരുടെ കാര്യത്തിലും ഉണ്ടായിട്ടില്ല എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യം. ഞാനിപ്പോൾ ഈ തുടക്കം പറഞ്ഞ ഹിന്ദു താലിബാനികൾ എന്ന പ്രയോഗം അത് നടത്തുന്നത് RSS അനുഭാവികളായിട്ടുള്ള അല്ലെങ്കിൽ സംഘപരിവാർ അനുഭാവികളായിട്ടുള്ള ആളുകൾ തന്നെയാണ്. ഈ നന്ദഗോവിന്ദത്തിനെതിരെ നമ്മൾ ഈ താലിബാനിസം എന്ന് പറയുന്നത് വർഗീയവാദത്തിലെ ഏറ്റവും ഭീകരമായിട്ടുള്ളൊരു മുഖമാണ്. അത് നമ്മളുടെ ഈ താലിബാൻകാരെന്താ ചെയ്തത്? അത് മറ്റുള്ള ആളുകൾ ചെയ്യാനായിട്ട് തുടങ്ങുമ്പോൾ, ഹിന്ദുക്കളായാലും മറ്റ് ആരെങ്കിലും ആയിക്കോട്ടെ, അവർ ചെയ്യാൻ തുടങ്ങുമ്പോൾ നമ്മൾ അതിൻ്റെ പേരിട്ട് താലിബാൻ എന്ന് വിളിക്കും. അങ്ങനെയാണ് ഇവരെ ഹിന്ദു താലിബാനികൾ എന്ന് പേര് വരാനുള്ള കാരണം അതാ. ഒരുതരം വർഗീയ വിഷം ചീറ്റുന്നതായിട്ടുള്ള വിഷപ്പാമ്പുകളായിട്ട് ഇവരെല്ലാം മാറിത്തീരുന്നു എന്നുള്ളതാണ്. ഈ നാട്ടില് ആളുകൾക്ക് താമസയോഗ്യമല്ല എന്ന് ആക്കി തീർക്കുകയാണ് ഇവർ യഥാർത്ഥത്തിൽ. ഇപ്പം ഈ ഹിന്ദു താലിബാനികൾ എന്നുള്ള പ്രയോഗം നടത്തിയത് ഞാൻ പറഞ്ഞ പോലെ സംഘപരിവാർ അനുകൂലികളാണ്. കാരണം ഇങ്ങനെ പ്രതികരിക്കുന്ന വിവരം കെട്ട ആളുകൾ, ഈ വിവരം കെട്ട സംഘികൾ RSSനും അതുപോലെ തന്നെ മറ്റ് സംഘപ്രസ്ഥാനങ്ങൾക്കൊക്കെ വലിയ തലവേദനയായിട്ട് മാറുന്നു എന്നാണ് ഇവരൊക്കെ പല ആളുകളും പറയുന്നത്. അല്ല, RSS ഭയങ്കര ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള സംഘടനയായിട്ട് പ്രവർത്തിക്കുന്ന സമയത്ത് അവർക്ക് എല്ലാ കാര്യത്തിലും ചില കാഴ്ചപ്പാടുകളുണ്ടാവും. ആ കാഴ്ചപ്പാടുകൾക്ക് അനുസരിച്ചാണ് അവർ പ്രവർത്തിക്കുന്നത്. അവരുടെ ഒരു സാംസ്കാരികമായിട്ടുള്ള പൈതൃക രൂപീകരണമാണ് അവരുടെ ആത്യന്തികമായ ലക്ഷ്യം. അതിനൊക്കെ എതിരാണത്. അതിന് സമ്പൂർണ്ണമായിട്ട് എതിരാണ്. അതിന് മുഴുവനായിട്ട് താർക്കുന്ന ഒരു പ്രക്രിയയാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. RSSനെ വികൃതമാക്കുകയാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഈ ഗുരുമൂർത്തിയും അതേപോലെ ശശികല ടീച്ചറും അടങ്ങുന്ന സംഘം. അവർ രണ്ടുപേരും മാത്രമല്ല, അവരെ പോലെ ഒരുപാട് ആളുകൾ അതിനകത്ത് ഇടപെട്ടിട്ടുണ്ട്. അങ്ങനെ ഇടപെട്ടാണ് ഈ നന്ദഗോവിന്ദ ഭജൻസ് എന്ന് പറയുന്നവർക്ക് വേറെ പേര് കൊടുത്തത്. കുന്തിരിക്കം ഭജൻസ്. നന്ദകുന്തിരിക്കം. എന്തൊരു കഷ്ടമാണ് ശരിക്കും പറഞ്ഞാൽ. അതായത് ഒരു പ്രശ്നം എന്താ വെച്ചാൽ, നമ്മൾ കേരളത്തിൽ ജീവിക്കുമ്പോൾ കേരളത്തിൽ ക്രിസ്ത്യാനികളുണ്ട്, ഹിന്ദുക്കളുമുണ്ട്, മുസ്ലിങ്ങളുമുണ്ട്. അവരാണ് പ്രമുഖമായിട്ടുള്ള 3 വിഭാഗം. ഈ 3നെയും ഉൾക്കൊള്ളാതെ കേരളീയമായൊരു സാമൂഹ്യ ജീവിതം സാധ്യമല്ല. ഇതിന് 3 ഉൾക്കൊള്ളേ പറ്റൂ ഇവിടെ നിങ്ങൾ ജീവിക്കുകയാണെങ്കിൽ. അല്ലെങ്കിൽ നിങ്ങൾ ഇവിടുന്ന് വേറെ എങ്ങോട്ടെങ്കിലും പോകണം. അതുകൊണ്ടാണ് പണ്ട് ഗോപാലകൃഷ്ണനൊക്കെ പറഞ്ഞത് ഇവരെയൊക്കെ എന്ത് ചെയ്യണം, പാകിസ്ഥാനിലേക്ക് വണ്ടിയായിട്ട് വിടണം എന്നൊക്കെ പറയും.
അങ്ങനെയൊക്കെ പറയുന്നത് ശരിയല്ല എന്ന് എപ്പോഴാണ് ഇവരൊക്കെ തിരിച്ചറിയാന്നുള്ളത് നമുക്ക് മനസ്സിലാകാത്തൊരു കാര്യമാണ്. കാരണം കേരളത്തിൽ ജീവിക്കുക എന്ന് പറഞ്ഞാൽ ഇവരെല്ലാവരും കൂടി ഒരുമിച്ച് ചേർന്ന് മാത്രമേ ജീവിക്കാനായിട്ട് പറ്റുള്ളൂ. അതൊരു ഇൻക്ലൂസീവ് ക്യാരക്ടറാണ്. നിങ്ങൾക്ക് തെരഞ്ഞെടുപ്പിന് വോട്ട് വാങ്ങാൻ വേണ്ടി എന്ത് തോന്നിയാസം വേണമെങ്കിൽ വിളിച്ചു പറയാം. പക്ഷേ ഒരു മനുഷ്യൻ എന്ന നിലക്ക് നിങ്ങൾക്ക് ജീവിക്കണമെങ്കിൽ നിങ്ങൾ ഈ മാനവികതയെ ഉൾക്കൊണ്ടുകൊണ്ട് വേണം ജീവിക്കേണ്ടത്. അതിന് ഇവർക്ക് പറ്റില്ല എന്ന് പറഞ്ഞാൽ ഇവർ അപകടകരമായിട്ടുള്ള മുനമ്പിലേക്ക് മനുഷ്യരെ തള്ളിക്കൊണ്ടുപോവുകയും അവിടെ നിന്ന് കൊക്കയിലേക്ക് എറിഞ്ഞ് ഉടക്കുകയും ചെയ്യും മനുഷ്യത്വം. തീർച്ചയായിട്ടും. പക്ഷേ ഇത്തരത്തിലുള്ള ഭ്രാന്തന്മാർ കേരളത്തിൽ വർദ്ധിക്കുകയാണെങ്കിൽ വലിയ അപകടം സംഭവിക്കുന്നു എന്ന കാര്യത്തിൽ ഒരു തർക്കമില്ല. ഇപ്പം ഇവർ ഉന്നയിക്കുന്ന ഒരു വാദമുണ്ട്, ഈ നന്ദഗോവിന്ദം ഭജൻസ് നടത്തുന്നത് ഗാനമേളയാണ്, അത് ഭജനയല്ല എന്നുള്ളത്. ആ വാദം തന്നെ അടിസ്ഥാനപരമായിട്ട് തെറ്റാണ്. കാരണം ഇവർക്ക് എന്താണ് കർണാട്ടിക് മ്യൂസിക് എന്നോ എന്താണ് ഭജന എന്നോ ഇവർക്ക് അറിയില്ല. കർണാട്ടിക് മ്യൂസിക്കിന്റെ അടിസ്ഥാനം തന്നെ ഭക്തിയിൽ ഊന്നിയിട്ടുള്ള, അല്ലെങ്കിൽ ഭക്തി പ്രസ്ഥാനം എന്ന് പറയുന്ന മൂവ്മെന്റിൽ ഊന്നിയിട്ടുള്ള ഒരു സാധനമാണ്. അതിൽ തന്നെ ഏതെങ്കിലും ഒരു ദേവതയ്ക്ക് ആത്മീയപരമായിട്ട് കീഴടങ്ങുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഈ പാട്ടിൽ ക്രിസ്തുവിനെയാണ് സ്തുതിക്കുന്നത്. ക്രിസ്തു എന്ന് പറയുന്നത് മറ്റൊരു ദേവതയായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്, കാണുന്നത്. അപ്പോൾ അവിടെ ഒരു ഡിവോഷൻ ഉണ്ട്, അവിടെ ഒരു ഭക്തി സംഭവിക്കുന്നുണ്ട്. അവർ ആ കർണാട്ടിക് മ്യൂസിക്കിന്റെ ഒരു രസം അത് തന്നെയാണ്. അല്ല, അത് എനിക്ക് തോന്നുന്നു അതിന്റെ ഒരു സാധനം കാണിച്ചു കൊടുക്കാമെന്നാണ്. ശരി, ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ ഇതെങ്ങനെ ഇങ്ങനെ ഡെവലപ്പ് ചെയ്തു. അതായത് നമ്മൾ പഴയ സാധനം കൊണ്ട് തന്നെ നടന്നിട്ട് കാര്യമില്ല. പഴയ സാധനത്തെ പുതിയ കാലത്തിനനുസരിച്ച് നമ്മൾ രൂപപ്പെടുത്തുമ്പോഴാണ് അത് ഒരു പുതിയ പ്രൊഡക്റ്റായിട്ട് ജനങ്ങൾ സ്വീകരിക്കുകയുള്ളൂ. ഭക്തിയുടെ കാര്യത്തിലായാലും രാഷ്ട്രീയത്തിൻ്റെ കാര്യത്തിലായാലും മറ്റ് സാമൂഹ്യമായിട്ടുള്ള ഏത് കാര്യത്തിലും ഇതൊരാവശ്യമാണ്. ഈ പുതുക്കി പണിയൽ എന്ന് പറയുന്നത് അതിന് രണ്ട് വാക്കുകളാണ് സാധാരണ ഉപയോഗിക്കുന്നത്. വൺ ഈസ് ഡീകൺസ്ട്രക്ഷൻ, അതർ ഈസ് റീകൺസ്ട്രക്ഷൻ. രണ്ടിനും വ്യത്യസ്തമായിട്ടുള്ള അർത്ഥമുണ്ട് എന്നുള്ളത് ശരിയാണ്. നമുക്കതിനകത്ത് കൂടുതൽ സ്വീകാര്യമായിട്ട് തോന്നുന്നത് ഡീകൺസ്ട്രക്ഷനാണ് ശരിക്കും. അപ്പോൾ ഈ ഒരു നിലനിൽക്കുന്ന ഒരു സങ്കല്പത്തെ നമ്മൾ ഡീകൺസ്ട്രക്റ്റ് പുതിയൊരു സങ്കല്പമൊക്കെ മാറ്റുമ്പോൾ അതിൻ്റെ പുതുമയും അതേപോലെ തന്നെ പുതിയ കാലത്തെ അതിൻ്റെ സ്വീകാര്യതയുമാണ് യഥാർത്ഥത്തിൽ ഈ നന്ദഗോവിന്ദൻ ഭജൻസിനെ പോപ്പുലറാക്കി മാറ്റിയത്. അല്ലെങ്കിൽ അവർക്ക് അത്ര പോപ്പുലാരിറ്റി കിട്ടുമായിരുന്നില്ല. എത്രയോ ഭജന സംഘങ്ങൾ കേരളത്തിലുണ്ടായിട്ടുണ്ട്. ഇവരുടെ മാര് അത് സ്വീകരിക്കപ്പെട്ടില്ല. ഇവർക്കതിന് കഴിഞ്ഞത് കർണാട്ടിക് മ്യൂസിക്കും അതേപോലെ തന്നെ ഭക്തിയും അതിൻ്റെ ആത്മീയതയും ഒരുമിച്ച് ചേർത്ത് വളരെ ഹാർമോണിയസ് ആയിട്ട് തന്നെ ഡെവലപ്പ് ചെയ്യാൻ കഴിഞ്ഞെന്നുള്ളതാണ്. അത് നമ്മളിങ്ങനെ അന്തം വിട്ട് നമ്മൾ നിൽക്കും അത് കേൾക്കുന്ന സമയത്ത്. അത് മനുഷ്യൻ്റെ ഒരു കഴിവാണ്. അതിന് പകരം മാറി നിന്നിട്ട് വൃത്തികെട്ട രീതിയിൽ അതിനെ കേൾക്കാനും കാണാനും ഒക്കെ തുടങ്ങുന്ന സമയത്താണ് നേരത്തെ പറഞ്ഞതുപോലെയുള്ള വളരെ മോശമായിട്ടുള്ള താലിബാൻ അഭിപ്രായ പ്രകടനങ്ങൾ പുറത്തു വരുന്നത്. അതുകൊണ്ട് താലിബാൻ എന്ന് പറയുന്ന വാക്ക് നമ്മൾ ഉപയോഗിക്കുന്നത് ഏറ്റവും സംസ്കാരശൂന്യമായി പ്രവർത്തിക്കുന്ന വ്യക്തി എന്ന നിലക്ക് തന്നെയാണ്. അത് ഹിന്ദു ആണെങ്കിൽ നീ താലിബാൻ ഹിന്ദു ആണ് എന്നവർ പറയും. RSS നേതാക്കൾ പോലും പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു ഇവരൊക്കെ താലിബാൻ ഹിന്ദുക്കളാണ്, അത് RSSനെ നശിപ്പിക്കാൻ നടക്കുന്ന ഒരു സംവിധാനമായി മാറിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് ഒരു പ്രത്യേക ഘട്ടത്തിൽ ഈ ശശികല ടീച്ചറൊക്കെ എന്ത് ചെയ്യുന്ന വെച്ചാൽ തീവ്ര ഹിന്ദുത്വം പറഞ്ഞ് അതിൽ രമിച്ചു പോയി. അങ്ങനെ രമിച്ച് അവരുടെ കൂടെ കൈയടിക്കാനും ആഹ്ലാദിക്കാനും അവരെ പ്രോത്സാഹിപ്പിക്കാനും ഒരുപാട് ആളുകളിങ്ങനെ കൂടി. അതുകൊണ്ട് അതാണ് ഇതൊക്കെ എന്ന് കരുതി എല്ലാത്തിലും കയറി വെറുതെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഇവർക്കൊന്ന് ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കിക്കൂടെ? താൻ ചെയ്തുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള പ്രവൃത്തി തൻ്റെ ആദർശത്തിനനുസരിച്ചോ തൻ്റെ ജീവിതക്രമത്തിനനുസരിച്ചോ അല്ലെങ്കിൽ ഹിന്ദു സാംസ്കാരികതയ്ക്കനുസരിച്ചോ യോജിച്ചതാണോ അല്ലയോ എന്ന് ഒരു തിരിഞ്ഞു നോട്ടം നടത്തി നോക്കേണ്ട ആവശ്യമില്ല. ചിലതെല്ലാം പറയുന്നത് ശരിയായിരിക്കും, ചിലതെല്ലാം പറയുന്നത് ഇത്തരത്തിലുള്ള പരമാബദ്ധം അതേപോലെ തന്നെ ഹിന്ദു സംസ്കാരത്തിന് സമ്പൂർണ്ണമായിട്ടുള്ള വിരുദ്ധതയുമായിരിക്കും. എന്ത് ടീച്ചറിന് അതൊക്കെ ഒന്ന് തിരിഞ്ഞു നോക്കി മനസ്സിലാക്കിക്കൂടാ? അതേ ആളെക്കൂട്ടം നടക്കുന്നതായിട്ടുള്ള വെറും രാഷ്ട്രീയക്കാരിയായിട്ട് മാത്രം അവർ മാറിയിട്ടുണ്ട്. അതൊരു വലിയ പ്രശ്നം. ഇതിലിപ്പോൾ ഇവരുടെ തന്നെ നന്ദഗോവിന്ദത്തിൻ്റെ തന്നെ അവരുടെ തന്നെ നാട്ടിൽ ഒരു ക്ഷേത്രത്തിലെ മതിൽക്കെട്ടിന് പുറത്ത്, ഞാൻ പറഞ്ഞത് മതിൽക്കെട്ടിന് പുറത്തായാലും ഒരു പ്രശ്നമില്ല. ഇതിപ്പോ അങ്ങനെ പുറത്താണെന്നൊക്കെ പറഞ്ഞ അവർ വിശദീകരിക്കുന്നത് കേട്ടു. പുറത്തായാലും അകത്തായാലും എന്താണ് പ്രശ്നം? ഇതെന്ത് സാധനം? അതല്ലേ പ്രശ്നം. അതെ, ആത്മീയതയ്ക്ക് മതമില്ല. ആത്മീയത എന്ന് പറയുന്നത് അത് ബഹുഭൂരിപക്ഷം ആളുകൾക്കും മനസ്സിലാകുന്നതല്ല, അതിലെത്തിച്ചേരുന്നതുമല്ല. ഭക്തരാണെന്ന് പറഞ്ഞ് നടക്കുന്ന ആളുകളൊന്നും ഈ ആത്മീയമായിട്ടുള്ള സുഖാനുഭൂതി എന്താണെന്ന് തിരിച്ചറിഞ്ഞവരല്ല ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ആ ഭക്തിയുടെയും ആത്മീയതയുടെയും അനുഭൂതിയെ ഉൾക്കൊള്ളുന്ന സമയത്ത് അവർക്ക് ഇതിനൊന്നും എതിർക്കാൻ പറ്റില്ല. കാരണം വളരെ നിർമ്മമമായ ഒരു മനസ്സുമായിട്ടായിരിക്കും ആ സമയത്ത് എന്ത് ചെയ്യുന്നത്, അത്തരം മനുഷ്യരൊക്കെ ജീവിക്കുന്നത്. ചില സന്യാസികൾ
വളരെ ദിവ്യപ്രഭ ഉള്ള വ്യക്തികളായിട്ട് മാറിത്തീരുന്നത് ആ ആത്മീയതയുടെ ഒരു ഉത്തംഗ സോപാനത്തിൽ അവർ ശരിക്കും വിചാരിക്കുന്ന സമയത്താണ്. അവരങ്ങനെ വിരാജിക്കുന്ന ഒരു പ്രത്യേക മുഹൂർത്തത്തിലാണ് അവരെ നമുക്ക് തന്നെ ഭക്തിപൂർവ്വമായിട്ട് നോക്കി കാണാനായിട്ട് കഴിയുന്നത്. ആത്മീയതയ്ക്ക് അങ്ങനെ ഒരു വളരെ രസകരമായിട്ടുള്ള ഒരു തലമുണ്ട്. അതൊന്നും അറിയാൻ പാടില്ലാതെ മനസ്സിലാക്കാനായിട്ട് അനുഭവിക്കാതെ നടക്കുന്നതായിട്ടുള്ള ആളുകൾ നടത്തിക്കൂട്ടുന്നതായിട്ടുള്ള വൈകൃത പ്രകടനങ്ങളായിട്ട് ഈ അഭിപ്രായങ്ങളെ നമ്മൾ കണക്കാക്കേണ്ട ആവശ്യം. ഒരുപക്ഷെ നാളെ ഇത് അവർ തിരുത്താൻ ബാധ്യസ്ഥരായിത്തീരും. കാരണം എന്ന് വെച്ചാൽ ഈ നന്ദഗോവിന്ദ ഭജൻസ് എന്ന് പറയുന്ന സംഘം അവർ കേരളത്തിൽ ഇനിയും പാടി മുന്നേറും. അവരുടെ ആളുകൾ കുറയും എന്ന് കരുതേണ്ട ആവശ്യമില്ല. മറ്റവർക്കുള്ള പ്രശ്നം എന്താണ്? എന്താണ് ഗുരുമൂർത്തി പറയുന്നത്? ഗുരുമൂർത്തി പറയുന്നത് ഇവര് സംഘപരിവാറിനെയൊക്കെ ഉപയോഗിച്ച് വളർന്നവരാണ്. അങ്ങനെ പലതും പറയും. അങ്ങനെ അതായത് ഗണഗീതം അടക്കമുള്ളവർ ഇവർ നിരന്തരമായിട്ട് പാടി വളർന്നവർ തന്നെയാണ്, അതിന് സംശയമില്ല. ഇതിനിടയിൽ ഞാൻ സോഷ്യൽ മീഡിയയിൽ ഒരാൾ പറയുന്നത് കേട്ടത് എന്താണ്, ഇവര് ഗണഗീതം പാടുന്നത് ഇവർക്ക് പെട്ടെന്ന് ഒരു വല്ലാത്ത അസ്കിതയായി മാറി, അത് അവർ ഉപേക്ഷിച്ചു. എന്നിട്ടൊരു വല്ലാത്ത ജനിതക മാറ്റം, സെക്യുലറിസത്തിന്റെ ഒരു ജനിതക മാറ്റം സംഭവിച്ചു. അതാണ് ഇവർ ചെയ്ത ഒരു വലിയ തെറ്റ് എന്നൊക്കെ ചില ആളുകൾ അഭിപ്രായപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ സെക്യുലർ കൺസെപ്റ്റ്, ഈ മതേതര കൺസെപ്റ്റിനോടുള്ള അതികഠിനമായ വെറുപ്പാണ് യഥാർത്ഥത്തിൽ നന്ദഗോവിന്ദത്തിനെതിരെ സംഭവിക്കുന്നത്. നന്ദഗോവിന്ദം കുതിരിക്കാൻ ഭജൻസ് എന്ന് വിളിക്കുന്ന മനസ്സ് ആ വെറുപ്പുൽപാദന ഫാക്ടറിയാണ്. ആ വെറുപ്പുൽപാദന ഫാക്ടറിയിൽ നിന്ന് മാത്രമേ അവസാനം വരികയുള്ളൂ, അല്ലാതെ വരേണ്ട കാര്യമില്ല. മാത്രമല്ല, ഹിന്ദു ഭക്തിഗാനങ്ങൾ മാത്രമേ അവർ പാടാൻ പാടുള്ളൂ എന്ന് പറയുന്നത് തന്നെ വളരെ വലിയ ഒരു സെപ്പറേറ്റ് മൈൻഡിൻ്റെ അവസ്ഥയാണ്. ശരിക്കും സെപ്പറേറ്റിസം ഉള്ള മൈൻഡിന് മാത്രം അങ്ങനെ ചിന്തിക്കാനായിട്ട് കഴിയുള്ളൂ. കാരണം ആത്മീയതയ്ക്ക് അതിരുകളില്ല, അതിന് മതങ്ങളില്ല. അതെല്ലാം ഒന്നായി. ഇപ്പം നമ്മളിപ്പോൾ ഈ കഴിഞ്ഞ ദിവസം തന്നെയാണുള്ള ഈ ശങ്കര മഹോത്സവം എന്ന് പറഞ്ഞ് കാലടിയിൽ നമ്മുടെ ഗവർണർ അടക്കമുള്ളതായ ആളുകളും RSSകാരും ഒക്കെ കൂടി അത് ആഘോഷിക്കും. ശങ്കരന്റെ മുമ്പിൽ എന്താണ് ശങ്കര സിദ്ധാന്തം? അദ്വൈതം. ശങ്കരന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടത് അവസാനം ശിവനാണ്. അയാള് ഒരാളെ മാറ്റി നിർത്തിയപ്പോ. അപ്പം ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാലേ, ഈ ശങ്കര സിദ്ധാന്തം എന്ന് പറയുന്നത് എന്താണ്? അത് അദ്വൈത സിദ്ധാന്തം. അദ്വൈതം എന്ന് പറയുന്നത് ഒരേ ഒരു സത്യം മാത്രമേ ഈ ലോകത്തുള്ളൂ. അത് ആത്യന്തികമായിട്ടുള്ള സത്യമാണ്. അതാണ് ബ്രഹ്മസത്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ബ്രഹ്മസത്യം ജഗത് മിഥ്യ എന്നൊക്കെ പറഞ്ഞു തുടങ്ങുന്നത് അങ്ങനെയാണ്. അപ്പോൾ ഈ ആത്യന്തികമായിട്ടുള്ള സത്യം ഒന്നേ ഉള്ളൂ എങ്കിൽ അതിൻ്റെ വിവിധ ഭാഗങ്ങൾ മാത്രമാണ്, രൂപങ്ങൾ മാത്രമാണ് പലതരത്തിലായിട്ടുള്ള മതങ്ങളിൽ വിശ്വസിക്കുന്നവർ, മതവിശ്വാസികൾ. മാഷി ഇത് പറയുമ്പോൾ ഇപ്പോൾ ആളുകൾ വന്നിട്ട് കമന്റ് ചെയ്യും, ഇത് ഹിന്ദുവിൽ മാത്രമല്ലേ ഉള്ളൂ, ഇത് ക്രിസ്ത്യാനിയിലുണ്ടോ, ഇത് മുസ്ലിങ്ങളിലുണ്ടോ? ആ ചിന്ത പോലും ശരിക്കും പറഞ്ഞാൽ തെറ്റാണ്. അല്ല, ഇത് ഹിന്ദുവിലുണ്ടോ മുസ്ലിങ്ങളിലുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നതിലൊന്നും ഒരു കഥയില്ല. കാരണം എന്ന് വെച്ചാൽ അവർക്ക് ഇതിനെക്കുറിച്ച് കൃത്യമായിട്ട് അറിയാൻ പാടില്ലാത്തതിൻ്റെ പേരിൽ മാത്രം അവർ പറയുന്നൊരു കാര്യമാണ്. യൂറോപ്യൻ ഫിലോസഫിയിലും ഈ ഐഡിയോളജി ഉണ്ട്. ഇന്ത്യൻ ഫിലോസഫിയുടെ ഈ ഐഡിയോളജി എന്ന് പറഞ്ഞാൽ യൂറോപ്യൻ ഫിലോസഫിയിലുണ്ട്. യൂറോപ്യൻ ഫിലോസഫിയും ഇതേപോലെ തന്നെ അത് ഉൾക്കൊള്ളുന്നുണ്ട്, അംഗീകരിക്കുന്നുണ്ട്. അപ്പോൾ ഈ വൺ റിയാലിറ്റി എന്ന് പറയുന്ന സാധനം, ഏകസത്യം എന്ന് പറയുന്നത്, അത് ഒരു പ്രത്യേക കൺസെപ്റ്റാണ്. അതിലേക്ക് മനുഷ്യൻ എത്തിച്ചേർന്നാൽ മാത്രമാണ് അവൻ്റെ മതവിശ്വാസം പോലും ശരിയായ രീതിയിൽ ഉപയോഗിക്കാനായിട്ട് കഴിയുള്ളൂ. ഇവൻ മതവിശ്വാസി ആവണമെങ്കിൽ പോലും അതാകണം എന്നാണ് ഞാൻ പറയുന്നത്. മുസ്ലിങ്ങൾക്കിടയിലും ക്രിസ്ത്യൻ മതത്തിനിടയിലും ഈ ഒരു തത്വം ഉണ്ട് എന്നുള്ളതാണോ? അല്ല, അതാണ് പൊതുവെ മതങ്ങൾ പറഞ്ഞു വെക്കുന്നത്. പക്ഷേ ഈ മുസ്ലിങ്ങളുടെ ഇടയ്ക്ക് വരുന്ന സമയത്ത് അവൻ്റെ ഒരു വിശ്വാസപ്രമാണമാണ്, അവൻ്റെ ദൈവം മാത്രമാണ് ശരി, മറ്റു ദൈവമൊന്നും ശരിയല്ല, ഞാനല്ലാതെ നിനക്ക് മറ്റൊരു ദൈവം പാടില്ല എന്ന് പറയുന്ന സെമറ്റിക് കൺസെപ്റ്റ്. അത് വെറുപ്പുണ്ടാക്കുന്ന സാധനം. എല്ലാത്തിനെയും ഉൾക്കൊള്ളുന്ന ഇൻക്ലൂസീവായ കൺസെപ്റ്റ് മാത്രമേ ഞാൻ ആ ഫിലോസഫറുടെ പേര് മറന്നുപോയി. ശരിക്കും യൂറോപ്യൻ ഫിലോസഫിയിൽ ഞാൻ പഠിച്ചിരുന്ന സാധനം. അപ്പം അദ്ദേഹത്തിൻ്റെ ഒരു ബെർഗ്സണോ എന്തോ ഒക്കെയാണെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയാൻ വെള്ളത്തിൻ്റെ പറയും. അവർക്ക് യൂറോപ്യൻസിനിടയിലും അങ്ങനത്തെ ഒരു കൺസെപ്റ്റ് ഉണ്ട് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ആ കൺസെപ്റ്റ് നിലനിൽക്കുന്നിടത്തോളം കാലം നമുക്ക് ഒരു മതത്തെയും എന്ത് ചെയ്യാൻ പറ്റില്ല, ആ രീതിയിൽ തള്ളിക്കളയാൻ പറ്റില്ല. നിങ്ങളൊരു മതത്തിൻ്റെ ഭാഗമായി മാത്രം നിൽക്കുകയും മറ്റുള്ള മതങ്ങളെ നിങ്ങൾ വെറുക്കുകയും ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള വിഷജീവികളായി മാറാനായിട്ട് കഴിയും. അതെ, വിഷജന്തുക്കൾ പെരുകുകയാണ് കേരളത്തിൽ. അത് പെരുകും. കാരണം എന്താ വെച്ചാൽ കേരളം പൊള്ളയായിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്.
അല്ല, അവർക്ക് എന്ത് അദ്വൈതം, എന്ത് ഫിലോസഫി? ഒന്നുമില്ല. ഒരു ഇങ്ങനത്തെ വിവരം കെട്ട സംഘികൾക്ക് ഇതൊക്കെ പറഞ്ഞാൽ മനസ്സിലാവൂല. അല്ല, വിവരം ഉള്ള ആളുകളുടെ എണ്ണം വളരെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. രാഷ്ട്രീയത്തിൽ നല്ല രാഷ്ട്രീയക്കാരില്ല, അധ്യാപകരിൽ നല്ല അധ്യാപകരില്ല. ഇല്ല. അങ്ങനെ നമ്മൾ ഏത് മേഖലയും സൈദ്ധാന്തികർ എന്ന് പറയുന്ന ആളുകളെ നമുക്ക് എന്താണ് തപ്പി നോക്കിയാൽ പോലും കിട്ടാൻ. സൈദ്ധാന്തികരെ പുച്ഛിക്കുകയാണ്. സൈദ്ധാന്തികരെ പുച്ഛിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാട്ടോ. സൈദ്ധാന്തികരെ പുച്ഛിക്കും വിദ്യകളാണ്. അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള വിവരം ഉണ്ടെന്ന് പറഞ്ഞാൽ അവരൊക്കെ ഇന്ന് മോശക്കാരായി മാറിയിരിക്കുന്ന ഒരു കാലമാണ്. അതപ്പോൾ രാഷ്ട്രീയത്തിലെ ഒരു നല്ല രാഷ്ട്രീയക്കാരനെ നമുക്ക് കാണാൻ പറ്റില്ല. നല്ല രാഷ്ട്രീയം കൊണ്ട് നടക്കുന്നതിന് രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കാനും പറ്റില്ല. വൃത്തികെട്ടവന്മാർ അവരങ്ങനെ ആയിക്കഴിഞ്ഞിരിക്കുകയാണ് ചെയ്യുന്നത്. അതാണ് ഓരോ മേഖലയും. നമ്മൾ സന്യാസികാർ, നല്ല സന്യാസിയെന്ന് കാണാൻ പറ്റില്ല, നല്ല അധ്യാപനെ കാണാൻ പറ്റില്ല, നല്ല ജഡ്ജ് കാണാൻ പറ്റില്ല. കള്ളന്മാരും അഴിമതിക്കാരൊക്കെ ആയിട്ട് ഒരു മുഴുവൻ മാറിക്കൊണ്ടിരിക്കുകയാണ്. എവിടെയാണ് പിന്നെ നിങ്ങൾ ഈ നീതി അന്വേഷിച്ച് നീതി രക്ഷപ്പെടുത്താനായിട്ട് പോകുന്നത്? നല്ല പോലീസ് ഉദ്യോഗസ്ഥരെ കണ്ടെത്താൻ പറ്റും? ഒരു സ്ഥലത്തുമില്ല. പക്ഷേ കേരളം അപകടത്തിലേക്ക് പോവുകയാണെന്ന് പറയാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത്, പല കാരണങ്ങളിൽ ഒരു കാരണം എന്ന് പറയുന്നത്, മാഷി ഇപ്പം പറഞ്ഞ പോലുള്ള ഈ വിവരക്കേട് കേൾക്കാനായിട്ട്, വർഗീയത കേൾക്കാനായിട്ട് ആളുകൾ ഇങ്ങനെ ഈച്ച ആർക്കുന്നത് പോലെ ആർത്തുകൊണ്ടിരിക്കുകയാണ്. മനുഷ്യർക്ക് വിവരമില്ലാതാവുന്ന ഒരു കാലം, ആർക്കും ഒരു വിവേകവും ഇല്ലാത്ത കാലം അതിവിദൂരമല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്ത് ചെയ്യാൻ പറ്റും? ആളുകളങ്ങനെ വെറുക്കട്ടെ, തല്ലുപിടിക്കട്ടെ എന്ന് മാത്രമേ നമുക്ക് കരുതാൻ പറ്റുള്ളൂ. കാരണം ഈ വെറുപ്പ്, നമ്മളിപ്പോൾ ഈ രണ്ടുപേരും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന വീഡിയോ കാണാനായിട്ട് ആളുകളുടെ കുറവായിരിക്കും. അതിന് പകരം നിങ്ങൾ വെറുപ്പ് പ്രൊഡ്യൂസ് ചെയ്യുന്ന, ഉൽപ്പാദിപ്പിക്കുന്ന ഒരു വീഡിയോ ആണ് ഇറക്കുന്നതെങ്കിൽ അത് കാണാൻ ഒരുപാട് ആളുകളുണ്ടാവും. അതാണ് ഈ ലോകത്തിൻ്റെ ഒരു പ്രത്യേകത, ഇന്നത്തെ ഒരു പ്രത്യേകത. പക്ഷെ അത് കരുതി നമുക്ക് പറയേണ്ട കാര്യങ്ങൾ പറയാണ്ടിരിക്കേണ്ട കാര്യമില്ല. ഇതാണ് ശരി എന്ന് നമുക്ക് തോന്നിയാൽ നമ്മളത് പറയും. അത് കേൾക്കുന്ന ആൾക്കാർ കേട്ടാൽ മതി, അത്ര. എന്തായാലും നന്ദഗോവിന്ദത്വം പ്രചരിപ്പിക്കുന്ന ആ സംഗീതത്തിൻ്റെ ദിവ്യത്വം, അതുണ്ടാക്കുന്ന ഏകത, ആത്മീയാനുഭൂതി, അത് മനസ്സിലാക്കാനായിട്ട് ഈ നാട്ടിലെ വിവരം കെട്ട ഹിന്ദു താലിബാനികൾക്ക് ഒരിക്കലും സാധിക്കില്ല എന്നാണ് പറയാനുള്ളത്. അവർക്കത് സാധിക്കുന്ന ഒരു ദിവസം വരട്ടെ.